അധസ്ഥിത സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി നടത്തിയ സമരങ്ങളാണ് അദ്ദേഹത്തെ മഹാത്മാ അയ്യങ്കാളിയാക്കിയത്. ആധുനിക കേരളത്തിന് അടിത്തറ പാകിയവരിൽ പ്രമുഖനും ജാതി വിരുദ്ധ പോരാട്ടങ്ങളുടെ നേതൃത്വവുമായിരുന്നു അയ്യങ്കാളി. പൊതുവഴികളില്ലാതിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വില്ലുവണ്ടി സമരം നടന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. 1860 പൊതുമരാമത്ത് വകുപ്പ് രൂപീകരിക്കുന്നതോടെയാണ് തിരുവിതാംകൂറിൽ റോഡുകളെക്കുറിച്ചുള്ള ആലോചനകൾക്ക് തുടക്കം കുറിച്ചത്. ബ്രാഹ്മണ സംരക്ഷണം, ജാതി നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തൽ, നികുതി പിരിക്കൽ തുടങ്ങി പ്രധാനപ്പെട്ടതെന്ന് ഭരണകർത്താക്കൾ കരുതുന്ന കർത്തവ്യ നിർവഹണത്തിന് ശേഷം മാത്രമേ റോഡ് നിർമ്മാണത്തിന് അക്കാലത്ത് പ്രാധാന്യമുണ്ടായിരുന്നുള്ളൂ. ജാതി നിയമങ്ങൾ തങ്ങളുടെ രാജ്യത്ത് കർശനമായി പാലിക്കുന്നുണ്ടെന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഉറപ്പുവരുത്തിയിരുന്നു. തിരുവിതാംകൂറിൽ തെക്കുനിന്നും വടക്കുവരെ റോഡ് നിർമ്മിക്കാമെന്ന് വിദേശിയായൊരു എഞ്ചിനീയർ ശ്രീമൂലം തിരുനാളിനോട് പറഞ്ഞപ്പോൾ ആ ആശയത്തെ തടസ്സപ്പെടുത്തുകയാണ് രാജാവ് ചെയ്തത്. കാരണം രാജാക്കന്മാർക്ക് റോഡ് ആവശ്യമില്ലായിരുന്നു. പല്ലക്ക് ചുമക്കുന്നവൻ ഏതു വഴി പോകുന്നുവെന്നത് അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു.